അങ്ങനെ അതെ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞിച്ചക്കൻ്റെ 28 ആയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജിഷ്ണേട്ടൻ്റെ ചെറുതിൻ്റെ 28 അപ്പം അതിന് പോകാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടിരിക്കണത്. അപ്പം ഞാൻ ഇട്ടി ഡ്രസ്സ് ഉണ്ടല്ലോ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചതാണ്. അതായത് ഞാൻ മുന്നേ കല്യാണത്തിൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷാട്ടിൻ്റെ ഷർട്ട് ഉണ്ടല്ലോ, അടിപൊളി ഷർട്ട് കേട്ടോ. ഇതുണ്ടല്ലോ 250 രൂപ 260 രൂപയ്ക്ക് കണ്ടോ ഓൺലൈനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാം. ഇതൊരു കുർത്ത മോഡൽ വരുന്ന ഷർട്ട് കേട്ടോ, അടിപൊളിയാട്ടോ, നല്ല മെറ്റീരിയലാണ്. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പട്ടാമ്പി പോയിട്ട് ജിത്തുട്ടേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ടാട്ടോ പോണത്. അപ്പോൾ പാറുവിൻ്റെ അനിയനാണ് നമുക്ക് ചാവി കൊടുത്തത്. അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്തിട്ട് നേരെ പാറുവിൻ്റെയും ജിത്തുട്ടേൻ്റെ അടുത്തേക്കാണ് പോണത്. അങ്ങനെ കുറച്ച് നാൾ മുന്നേ 28 കഴിഞ്ഞ കുഞ്ഞു ചക്കരം കൂടി ഇട്ടിട്ട് നമ്മുടെ കൂടെ. അപ്പോൾ അവനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പേടിച്ചിട്ടാണ് പോണത്. കാരണം ചെറിയ ഉണ്ണിയല്ലേ, ഛർദിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പാറു പറഞ്ഞിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഛർദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ നമ്മുടെ സുജിലയുടെ വീട്ടിലേക്ക് ആയിട്ട് വന്നേക്കുന്നത്. അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അവിടെ എത്തിയത് വെള്ളമൊക്കെ കുടിച്ചു, പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചടങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിഷ്ണേട്ടൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ 28 ആയ പ്രായമുള്ള ഉണ്ണിയോളം എടുക്കാൻ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ജിത്തുട്ടേൻ്റെയും പാറുവിൻ്റെയും ചെറുതിനെ എടുക്കാൻ നല്ല രസമാട്ടോ. കാരണം അവരുടെ തല ചെറുതായി ഉറച്ച് വന്നിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് എടുക്കാനും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തായാലും വിൻഷാൻ്റെ അടുത്തായാലും ഒരു കുഴപ്പമില്ല കേട്ടോ, വാശിയൊന്നും പിടിച്ചില്ല. ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരുന്നായിരുന്നു. പിന്നെ ചൂടെടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം റോട്ടിലേക്ക് കയറി നിന്നു കേട്ടോ. നല്ല കാറ്റും പിന്നെ ഉണ്ണി വാശി പിടിക്കേണ്ട വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ ഇതേ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ റൂമിൽ വന്ന് കിടന്നിട്ട് ഈ ഒരു പ്രായം പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ നല്ല രസമാട്ടോ. നമ്മൾ തേജുവിൻ്റെ ഒക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതാണ്. തേജുവിനാണെങ്കിൽ കുട്ടീനെ കളിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ ഞങ്ങളൊക്കെ ഇരിക്കണം, കാരണം ചെറിയൊരു നാണുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണ് തെറ്റിയാൽ ഇങ്ങനെ കളിപ്പിക്കും. ഞങ്ങൾ നോക്കിട്ട് കണ്ട് അവിടെ ഒതുങ്ങിയിരിക്കും കേട്ടോ. എന്നെ മിൻഷാന്റെ അടുത്ത് ഉണ്ണി സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എടുക്കുമ്പോൾ കരയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് ജിഷ്ണേട്ടൻ വന്നത് ഇരുന്നായിരുന്നു. പക്ഷെ ജിഷ്ണേട്ടൻ കരയിപ്പിച്ചിട്ടാണ് പോയിണ്ടായിരുന്നത്. പിന്നെ ഫുഡ് നന്നായി തട്ടിക്കേറ്റിന്റെ ക്ഷീണത്തിലാണ് ഞാനീ ഇരിക്കണത്. പിന്നെ 2 കുഞ്ഞു ചെക്കന്മാരെയും കെടുത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ സമ്മതിക്കണില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തമാശയ്ക്ക് നിന്ന് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ തേജുവിനെ കൂടി ഒരു സ്നെഗിടി വെച്ചിട്ട് ഇവരുടെ നടുക്കങ്ങൾ കെടുത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന്. പിന്നെ ഒരു ഈഗോയാണ് കേട്ടോ ഈ കാണുന്നത്. ജിത്തുട്ടേട്ട ഇതേ മറ്റാളെ ഇങ്ങനെ കളിപ്പിക്കുമ്പോൾ അവനത് അങ്ങോട്ട് പിടിക്കില്ല. ആ മുഖത്തിന്റെ ഭാവം കണ്ടാൽ നിങ്ങൾക്ക് അറിയാട്ടാ. പിന്നെ കുറെ നേരം എൻ്റെ അടുത്ത് നടന്നു കേട്ടോ. എൻ്റെ അടുത്ത് പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു അതിശയായിട്ട് എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഇത്ര ചെറിയ പിള്ളേർ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സാധാരണ കുട്ടികൾ എൻ്റെ അടുത്ത് ഇത്ര നേരം ഒന്നും ഇരിക്കാറില്ല കേട്ടോ, പെട്ടെന്ന് കരഞ്ഞിട്ട് പോകാറുണ്ട്. ഇതിനൊക്കെ ബെസ്റ്റ് ആര്യ കേട്ടോ. ആരുടെ അടുത്ത് ഏത് പിള്ളേരും എത്ര നേരം വേണമെങ്കിലും ഇരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. പിന്നെ ഞാൻ നിലത്ത് വെച്ചില്ല, ഞാൻ തന്നെ പിടിച്ച് നടക്കായിരുന്നു. പിന്നെ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇതേ പാറുവിന്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പോയപ്പോൾ ഇതേ പാറുവിന്റെ അമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വാശി പിടിച്ചോ ഛർദ്ദിച്ചോ എന്നൊക്കെ അറിയാനാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് പട്ടാമ്പിക്ക് പോകുന്നു കേട്ടോ. കാരണം നമുക്ക് കാർ അവിടെ തിരിച്ചു കൊണ്ട് കൊടുക്കണം. അങ്ങനെ കാർ കൊടുത്തിട്ട് നമ്മുടെ ബുള്ളറ്റൊക്കെ എടുത്തിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.